Are you a cat person or a dog person? നിങ്ങൾക്ക് നായയാണോ പൂച്ചേനെയാണോ കൂടുതൽ ഇഷ്ടം? ഈ ചോദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നായകളുടെയും പൂച്ചകളുടെയും സ്വഭാവം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്തായാലും നിങ്ങൾ കണ്ടു കാണും. മനുഷ്യരെ നമുക്ക് ഭക്ഷണം തരുന്നു, താമസ സൗകര്യം തരുന്നു, സ്നേഹം തരുന്നു, അവരും ദൈവമാണെന്ന് നായയും താൻ ദൈവമാണെന്ന് പൂച്ചയും ചിന്തിക്കുന്നതായിട്ടാണ് ഈ ട്രോള്. റേസിംഗ് എ ഡോഗ് ഇസ് ലൈക്ക് റേസിംഗ് എ ടോഡ്ലർ ആൻഡ് റേസിംഗ് എ കാറ്റ് ഇസ് ലൈക്ക് റേസിംഗ് എ ടീനേജർ എന്ന് മറ്റൊരു ഫ്രേസും ഉണ്ട്. അതായത് ഒരു നായനെ വളർത്തുന്നത് നടന്നു തുടങ്ങുന്ന ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയും, എന്നാൽ പൂച്ചയ്ക്ക് ഒരു ടീനേജർ മനോഭാവമാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും ഇതിങ്ങനെയാണോ? എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ കൂടെ പോണത്? നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ആന്ത്രപ്പോമോർഫൈസിങ് ആംഗിളിലൂടെ നോക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ തോന്നുന്നത്. അതായത് ഒരു മനുഷ്യൻ സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും പെരുമാറുക, ആ ഒരു ആംഗിളിലൂടെ തന്നെ പൂച്ചകളെയും നായകളെയും നമ്മൾ ഒരുമിച്ച് കാണുന്നു. നായയുടെയും പൂച്ചയുടെയും ജീവിത രീതി വ്യത്യസ്തമാണ്. മനുഷ്യരെ പോലെ കൂട്ടമായി ജീവിക്കുന്ന നായകളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിയും. കൂട്ടമായി ജീവിച്ച് കൂട്ടമായി വേട്ടയാടി ജീവിക്കുന്ന നായകൾക്ക് മനുഷ്യരുടെ കൂടെയും കൂടാൻ അധികം ബുദ്ധിമുട്ടില്ല. ഒരു നായക്കൂട്ടത്തിലെ അല്ലെങ്കിൽ നായയുടെ കുടുംബത്തിൽപ്പെട്ട ചെന്നായ, കുറുക്കൻ എന്നീ കൂട്ടത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മ മാത്രമല്ല അവരെന്നെ ടേക്ക് കെയർ ചെയ്യുക. എല്ലാ നായകളും കൂടിയാണ് ആ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തൻ്റെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളെയും നായകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അപകടങ്ങളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും പ്രായമായവരെ പരിപാലിക്കുന്നതും ഒക്കെ ആഫ്രിക്കയിലുള്ള വൈൽഡ് ഡോഗ്സിൽ പോലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് വൂൾഫ്സ്, സ്കൾക്ക് ഓഫ് ഫോക്സസ്. ഇങ്ങനെ കെനൈൻ ഫാമിലിയിലെ ഓരോ കൂട്ടങ്ങൾക്കും ഓരോ പേരുണ്ടെങ്കിൽ ഫെലൈൻ ഫാമിലി അല്ലെങ്കിൽ പൂച്ച കുടുംബത്തിൽ ആകെ പ്രൈഡ് ഓഫ് ലയൺസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കൂട്ടങ്ങൾക്കും പേരുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും അത് നാച്ചുറലായി കാണുന്ന കൂട്ടങ്ങളല്ല. അതായത് പൂച്ച കുടുംബത്തിൽ ആകെ സിംഹം മാത്രമാണ് ഇതുപോലെ ഒരു കൂട്ടമായി ജീവിക്കാറുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യ ജീവിത രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കഴിയുന്ന പൂച്ചകളെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുന്ന പൂച്ചകള് നമ്മളതിനെ പുച്ഛിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവരുടെ ഈ അലൂഫ് അറഗൻ ബിഹേവിയർ കൊണ്ട് തന്നെ ഇവർക്കൊരു സർ പദവി വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നായകളെയും പൂച്ചകളെയും വളർത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷെ ശരിക്കും പറയാച്ചാൽ ഇവർ രണ്ടുപേരെയും ഒരുപോലെയാണോ നമ്മൾ വളർത്തിയിരിക്കുന്നത്? നായകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഏകദേശം 20,000 വർഷങ്ങളായി. 20,000 എന്നുള്ളൊരു ആവറേജ് കണക്കാണ്. അതിനു മുന്നേ നായകൾ നമ്മുടെ അടുത്ത് കൂട്ടായിരുന്നു എന്ന് കാണിക്കുന്ന രേഖകളും പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. കൃഷി തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ തന്നെ മനുഷ്യരുടെ കൂടെ കൂടിയ ജീവികളാണ് നായകൾ. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിക്കാം എന്ന ചെന്നായകളിൽ ഇണക്കമുള്ളതിനെ കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു ഈ ഒരു ബോണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ നായകള് നമ്മുടെ കൂടെ വേട്ടയാടാൻ തുടങ്ങി, കന്നുകാലികളെ മേയ്ക്കാൻ തുടങ്ങി, നമ്മുടെ സ്വത്തുകൾക്ക് കാവൽ നിൽക്കാനും തുടങ്ങി. ഇന്ന് നമ്മുടെ വീട്ടില് ഒരംഗത്തെ പോലെയാണ് നായക്കളെ നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് എപ്പോഴും നായകൾ മനുഷ്യരോട് ചേർന്നാണ് പ്രവർത്തിച്ചു വന്നത്. അത് വേട്ടയാടലായാലും കന്നുകാലികളെ മേയ്ക്കലായാലും. ഇനി പൂച്ചയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 9,000 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഇവര് മനുഷ്യരോട് കൂടെ കൂടിയിട്ടുള്ളൂ. വേട്ടയാടി നടന്നിരുന്ന മനുഷ്യര് കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്ത് അധികം വന്ന ധാന്യങ്ങൾ പത്തായപ്പുരകളിലായി തുടങ്ങിയപ്പോഴാണ് പൂച്ചകളെ നമ്മൾ കൂടെ കൂട്ടിയത്. പത്തായങ്ങൾ എടുത്തു വെച്ച ഈ ധാന്യങ്ങൾ തിന്നാൻ വരുന്ന എലികളെ പൂച്ചകൾ പിടിക്കാൻ വന്നു തുടങ്ങിയപ്പോൾ മുതലാണ് മനുഷ്യര് അവരുടെ വീട്ടില് പൂച്ചകൾക്ക് അഭയം കൊടുത്തു തുടങ്ങിയത്. പക്ഷെ ഇവിടെയും പൂച്ചകള് എലികളെ പിടിച്ചുകൊണ്ടിരുന്നത് മനുഷ്യരായിട്ട് കൂടെ പ്രവർത്തിച്ചുകൊണ്ടൊന്നല്ല. അവർക്ക് വിശക്കുമ്പോൾ അവർ പോയി എലിയെ പിടിക്കുന്നു. അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സത്യം പറയാച്ചാല് പൂച്ചകളേനെ ഇണക്കി വളർത്താനൊന്നും നമ്മളപ്പോൾ ശ്രമിച്ചിരുന്നില്ല. പൂച്ചകളുടെ ക്യൂരിയോസിറ്റിയാണ് മനുഷ്യർക്ക് അവരോട് കൗതുകം തോന്നാനുള്ള ഒരു കാരണം. സ്വതന്ത്രരായ പൂച്ചകളേനെ എത്ര ശ്രമിച്ചിട്ടും പൂർണ്ണമായി അണക്കാൻ മനുഷ്യർക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നല്ലാതെ എത്ര ഇണങ്ങിയ പൂച്ചയും മനുഷ്യരെ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോളണം എന്നുമില്ല.
എന്നാൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പല വളർത്തു പൂച്ചകളും മനുഷ്യരായി ഇണങ്ങി വളർത്തി ആ പൂച്ചകളിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഇണക്കമുള്ളതിനെ ഇളക്കി വളർത്തി അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ചധികമെങ്കിലും നമ്മളോട് ഇണങ്ങി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും പൂർണ്ണമായി പിടിതരാത്ത മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ജീവികളാണ് പൂച്ചകൾ. ഇതാണ് നായക്കളുടെയും പൂച്ചകളുടെയും സ്വഭാവത്തിന്റെ പ്രധാന വ്യത്യാസം. ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? Are you a cat person or a dog person? Thanks for watching.